PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാജ്യങ്ങളും അവയുടെ അപരനാമങ്ങളും ആണ്. എന്തുകൊണ്ട് വിവിധ രാജ്യങ്ങൾക്ക് വിവിധ അപരനാമങ്ങൾ അതെങ്ങനെ വന്നു എന്നത് പഠിച്ചാൽ തന്നെ നമുക്ക് ഇവ ബൈഹാർട്ട് ചെയ്യാൻ ഈസിയായി പറ്റും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ജസ്റ്റ് വായിച്ചിട്ട് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ അവ നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് കാലം നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ക്ലാസ്സിൽ തന്നെ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ എത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാം. ആദ്യമായി ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് പറയുന്ന ഉദയസൂര്യൻ്റെ നാട് എന്ന് പറയുന്നത് ജപ്പാനെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാനെ നമ്മൾ വിളിക്കുന്നത്? കാരണം ജപ്പാൻ്റെ പൊസിഷൻ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഉള്ളത്, കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചതിന് ശേഷം മാത്രമാണ് ചൈന ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം എത്തുക. അതുകൊണ്ടും അതല്ലാതെ ഈ പസഫിക് റീജിയനിലാണ് നമ്മൾ ശരിക്കും ടൈം സോണിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് 24 അവേഴ്സിൻ്റെ അവിടെ നിന്ന് 1 അവറിലേക്കുള്ള ട്രാൻസിഷൻ ശരിക്കും പറഞ്ഞാൽ പസഫിക് റീജിയനാണ്. ആ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് മാപ്പിൽ തന്നെ നോക്കാം. ആ ഭാഗത്ത് നോക്കുമ്പോൾ ജപ്പാൻ വളരെ അതിൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് പറയുന്നത് ജപ്പാൻ പറയുന്നത്. ഈ ഭാഗത്താണ് ജപ്പാനുള്ളത്. നമ്മൾ ജപ്പാൻ മാത്രമല്ലാതെ ബാക്കി കുറേ രാജ്യങ്ങൾ എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകും. ഇത് ചൈന, ദെൻ ഈ ഭാഗത്തായിട്ട് തന്നെയാണ് തായ്ലാൻഡ്, ലാവോസ്, മ്യാൻമാർ എന്നിവ നിൽക്കുന്നത്. മ്യാൻമാർ, ഭൂട്ടാൻ, പിന്നെ ഇന്ത്യയുണ്ട് ഈ ഭാഗത്ത്. ഇന്ത്യയുടെ മേലെ ചൈന മേലെ എന്ന് പറയാം, വടക്ക് കിഴക്കൻ ഭാഗം എന്ന് പറയാം. ദെൻ അതിൻ്റെ മേലെ റഷ്യ, ദെൻ കസാക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഉണ്ട്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പാകിസ്ഥാൻ, അതിന് മേലെ അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ പോകുന്നു. പിന്നെ യൂറോപ്പിലെ മെയിൻ കൺട്രീസിനെ അറിയുക. യൂറോപ്പിലെ മെയിൻ കൺട്രീസ് ഏതൊക്കെയാണ്? സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് കുറച്ചറിയുന്നത് നമുക്കിത് പഠിക്കാൻ ഈസിയായി സഹായിക്കും. ദെൻ ലാൻഡ് ഓഫ് മിഡ്നൈറ്റ് സൺ, പാതിര സൂര്യൻ്റെ നാട്. പാതിര സൂര്യൻ്റെ നാട് എന്ന് പറയുന്നത് നോർവേയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ അർദ്ധരാത്രിയും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ശരിക്കും നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ ആർട്ടിക് ഭാഗത്തായിട്ടാണ്, അതായത് നോർത്ത് ഭാഗത്തായിട്ടാണ് നോർവേയുടെ നിൽക്കുന്നത്. അതുകൊണ്ട് സമ്മർ ടൈമിൽ ഈ രാജ്യത്ത് പാതിരാത്രി പോലും സൂര്യനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് പാതിരാത്രിയുള്ള സൂര്യൻ്റെ പേര് പാതിര സൂര്യൻ്റെ നാട് എന്ന് നോർവേയെ വിളിക്കുന്നത്. ദെൻ ദ എമറാൾഡ് ഓഫ് ഇക്വേറ്റർ, ഭൂമധ്യരേഖയിലെ മരതകം എന്ന് പറയുന്നത് ഏതാണ്? ഇന്തോനേഷ്യ. എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യ ഭൂമധ്യരേഖയിലെ മരതകം എന്ന് പറയുന്നത് പച്ച കളറാണ്. ഈ ഇന്തോനേഷ്യയിൽ റെയിൻ ഫോറസ്റ്റും പിന്നെ അതിന് ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ്. അതല്ലാതെ ഈ ഇന്തോനേഷ്യ ഇക്വേറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്വേറ്റർ പറഞ്ഞാൽ ഭൂമധ്യരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എമറാൾഡ് ഓഫ് ഇക്വേറ്റർ എന്ന് നമ്മൾ ഇന്തോനേഷ്യയെ പറയുന്നത്. ഇതില്ലാതെ ഇന്തോനേഷ്യ കൂടാതെ ഏതൊക്കെ രാജ്യങ്ങൾ ഭൂമധ്യരേഖയിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. ഇക്വഡോർ ഒരു ഏകദേശമായിട്ട് നമുക്കുണ്ടായാൽ നമുക്ക് നല്ലതാണ്. ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ, കോങ്കോ, 2 കോങ്കോ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കെനിയ, സൊമാലിയ, ഉഗാണ്ട. ഇപ്പോൾ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നോക്കുകയാണെങ്കിൽ മാൽദീവ്സ്, ഇന്തോനേഷ്യ, ഇവയൊക്കെയാണ്. ഇത്രയും രാജ്യങ്ങളാണ് നമ്മുടെ ഇക്വറ്റോറിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. ഓക്കെ. അതേപോലെ യൂറോപ്പിലെ മരതകം അല്ലെങ്കിൽ യൂറോപ്പിലെ എമറാൾഡ് എന്ന് പറയുന്നത് ഏതാണ്? എമറാൾഡ് ഓഫ് ഐസൽ എന്ന് പറയുന്നത് ഏതാ? എമറാൾഡ് ഓഫ് ഐസൽ ഏതാണ്? അയർലൻഡാണ് എമറാൾഡ് ഓഫ് യൂറോപ്പ്. ഓക്കെ. ലാൻഡ് ഓഫ് സയൻസ് ആൻഡ് സ്കോളേഴ്സ്, വിശുദ്ധന്മാരുടെയും പണ്ഡിതന്മാരുടെയും നാട്. അത് നമ്മൾ വിളിക്കുക അയർലൻഡിനെയാണ്. എന്തുകൊണ്ടാണ് അയർലൻഡിനെ അങ്ങനെ വിളിക്കുന്നത്? അതായത് മധ്യകാലഘട്ടത്തിൽ വിശുദ്ധന്മാരും പണ്ഡിതന്മാരും അയർലൻഡിൽ നിന്നാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ഓഫ് സയൻസ് ആൻഡ് സ്കോളേഴ്സ് എന്ന്
അയർലൻഡിനെ പറയുന്നത്. ദെൻ ലാൻഡ് ഓഫ് തൗസൻഡ്സ് ലേക്സ്, 1000 തടാകങ്ങളുള്ള നാട്, അത് ഫിൻലൻഡാണ്. ഫിൻലൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യൂറോപ്പിൽ തന്നെയാണ്. യൂറോപ്പിൽ മേൽഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫിൻലൻഡിൽ ഒരുപാട് തടാകങ്ങളുണ്ട്. ഏകദേശം 68,000 തടാകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തതിന് 68,000 അറൗണ്ട് ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫിൻലൻഡിന് ലാൻഡ് ഓഫ് 1000 ലേക്സ് എന്ന് പറയുന്നത്. ദെൻ ദ ഗിഫ്റ്റ് ഓഫ് നെയിൽ, നെയിലിൻ്റെ ദാനം. നെയിലിൻ്റെ ദാനം ഏതാണ്? ഈജിപ്ത്. എന്തുകൊണ്ടാണ് ഈജിപ്തിന് നെയിലിൻ്റെ ദാനം എന്ന് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ നെയിൽ നദി ഉള്ളത് കൊണ്ടാണ് അവിടെയുള്ള ജലസേചനങ്ങളും കൃഷിയും എല്ലാം നടക്കുന്നത്. അതില്ലാതെ ഈ നെയിൽ നദിക്ക് വഹിച്ചു വരുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഈജിപ്തിന് കൃഷിക്ക് അനുയോജ്യമായിട്ട് അവിടെ നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈജിപ്തിനെ നെയിലിൻ്റെ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് നെയിൽ എന്ന് പറയുന്നത്. അടുത്തത് ദ ലാൻഡ് ഓഫ് വൈറ്റ് എലഫൻസ്, വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലൻഡാണ്. തായ്ലൻഡിൽ വെള്ളാനകളുണ്ട്. അതല്ലാതെ വെള്ളാനകളെ അവരൊരു പ്രൗഢിയുടെയും രാജാധികാരത്തിൻ്റെയൊക്കെ ഒരു സിമ്പലായിട്ടാണ് വെള്ളാനകളെ കാണുന്നത്. അതുകൊണ്ടാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. തായ്ലൻഡിന് ലാൻഡ് ഓഫ് വൈറ്റ് എലിഫൻസ് എന്ന് പറയുന്നത്. ദെൻ ദ ലാൻഡ് ഓഫ് തണ്ടർ ഡ്രാഗൺ, ഇടിമിന്നലിൻ്റെ നാട്. ഭൂട്ടാനെയാണ് ഇടിമിന്നലിൻ്റെ നാട്. കാരണം ഭൂട്ടാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയുടെ ഏകദേശം 98% മൗണ്ടെയ്ൻസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. 98% മൗണ്ടെയ്ൻസ് ആയിട്ടുള്ള സ്ഥലമാണ് ലാൻഡ് ഓഫ് ഭൂട്ടാൻ. അപ്പോൾ അവിടെ ഇടിമിന്നലുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ലാൻഡ് ഓഫ് മൗണ്ടെയ്ൻസ് ഏതാണ്? ലാൻഡ് ഓഫ് മൗണ്ടെയ്ൻസ് അത് പക്ഷേ ഭൂട്ടാനല്ല, അത് പക്ഷേ എന്താണ്? നേപ്പാൾ. അത് ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടില്ല, അടുത്ത തവണ സ്ലൈഡിൽ ആഡ് ചെയ്യാം. ലാൻഡ് ഓഫ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ഏതാണ്? നേപ്പാളാണ്. അതിങ്ങനെ ഓർത്താൽ മതി. കാരണം എവറസ്റ്റ് ബാക്കിയുള്ള എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി നിൽക്കുന്നത് നേപ്പാളാണ്. അപ്പോൾ ലാൻഡ് ഓഫ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് നേപ്പാളാണ്. അടുത്തത് ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം. എന്തുകൊണ്ടാണ് ദക്ഷിണകൊറിയ അങ്ങനെ അറിയപ്പെടുന്നത്? പകൽ സമയത്ത്, അതായത് മോർണിംഗ് സമയത്ത്, പ്രഭാത സമയത്ത് അവിടെയുള്ള ജലാശയങ്ങളും അതുപോലെ ജോഗ്രഫിയും ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയറാണ്. അതുകൊണ്ടാണ് ലാൻഡ് ഓഫ് മോർണിംഗ് കാം എന്ന് ദക്ഷിണ കൊറിയ അറിയപ്പെടുന്നത്. ഓക്കെ, ദക്ഷിണ കൊറിയ സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദ പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്, യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡാണ്. എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിനെ നമ്മൾ യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്ന് പറയുന്നത്? കാരണം അതിൻ്റെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതല്ലാതെ അവിടെ റിക്രിയേഷണൽ ആക്ടിവിറ്റി, വിനോദത്തിനുള്ള ഒരുപാട്, അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് എന്ന സ്വിറ്റ്സർലാൻഡിനെ അറിയപ്പെടുന്നത്. ദെൻ ലാൻഡ് ഓഫ് ഗോൾഡൻ പഗോഡാസ്, സുവർണ പഗോഡകളുടെ നാട്. എന്താണ് ഈ പഗോഡ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബുദ്ധ ടെമ്പിളിലുള്ള ഒരു ഇതാണ്. ഇങ്ങനെ ഒരു ഇത് കാണാം, ബുദ്ധ ടെമ്പിളിൽ ഇങ്ങനെയുള്ളൊരു സ്റ്റാച്യു. ഞാൻ കറക്റ്റായി വരച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൊരു ഇത് കാണാം. അത് സ്വർണ്ണ കളറിൽ അടിച്ചിട്ടുള്ള ഇതിനെയാണ് സുവർണ പഗോഡ. അങ്ങനെയുള്ള ഗോൾഡൻ പഗോഡകൾ ഒരുപാട് മ്യാൻമാറിൽ കാണും. അതുകൊണ്ടാണ് ലാൻഡ് ഓഫ് ഗോൾഡൻ പഗോഡ, സുവർണ പഗോഡകളുടെ നാട് എന്ന് മ്യാൻമാർ അറിയപ്പെടുന്നത്. ദെൻ ലാൻഡ് ഓഫ് കേക്ക്സ്, അത് സ്കോട്ട്ലൻഡാണ്, കേക്കുകളുടെ നാട്. അതായത് പണ്ടുകാലത്തെ ബേക്കറിയിൽ ഒരുപാട് പുരോഗമനം, അതേപോലെ ഒരു പ്രത്യേകത കേക്കാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ കേക്കുകളൊക്കെ കൊണ്ടാണ് ലാൻഡ് ഓഫ് കേക്ക്സ് എന്ന് സ്കോട്ട്ലൻഡ് അറിയപ്പെടുന്നത്. ദെൻ ഷുഗർ ബോൾ ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം, ക്യൂബ്. 1960 വരെ ക്യൂബയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര എക്സ്പോർട്ടർ. ബാബ ആനക്കേറിയ തഴമ്പ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് ക്യൂബയ്ക്ക് ഇപ്പോഴും ഷുഗർ ബോൾ ഓഫ് ദ വേൾഡ് എന്നുള്ള പേര്
നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കരിമ്പ് അതേപോലെ ഷുഗറും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഏതാണെന്ന് പറയുമ്പോൾ ബ്രസീലാണ്. മറക്കണ്ട, ബ്രസീൽ ആണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷുഗർ ഉണ്ടാക്കുന്ന രാജ്യം. ദെൻ ലാൻഡ് ഓഫ് മില്യൺ എലിഫൻസ്, ദശലക്ഷം ആനകളുടെ നാട്, അതെന്ന് അറിയപ്പെടുന്നത് ലാവോസാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, വെള്ളാനകളുടെ നാട് തായ്ലൻഡ്, അതിൻ്റെ ജസ്റ്റ് മേലെയാണ് ലാവോസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാവോസ് ഇരിക്കുന്ന അവിടെയാണ് നമ്മുടെ ജസ്റ്റ് തായ്ലൻഡിൻ്റെ മേലെയാണ് ലാവോസ് ഇരിക്കുന്നത്. അപ്പോൾ ആനകൾ ആ ഭാഗത്താണ് വരുന്നത് എന്നോർത്ത് മതി. ദെൻ ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിൻ്റെ പടക്കളം എന്നറിയപ്പെടുന്നത് ബെൽജിയം. ഇത് ഞാൻ നോക്കിയ സമയത്ത് ബെൽജിയം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ അടുകൂടുമ്പോൾ എന്താ പറയുക, എൻ്റെ നെഞ്ചത്തോട്ട് കയറ്റി പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ യൂറോപ്പിൻ്റെ ഏകദേശം മിഡിലായിട്ട് നെഞ്ചത്തായിട്ട് ഈ ബെൽജിയം വരും. അതുകൊണ്ടാണ് ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ പടക്കളം ബെൽജിയം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ലാൻഡ് ഓഫ് മാർബിളിൻ്റെ നാട് എന്ന് പറയുമ്പോൾ ഇറ്റലിയാണ്. കാരണം ഇറ്റലിയിൽ ഒരുപാട് നല്ല മാർബിളുകൾ കിട്ടും. അതുകൊണ്ടാണ് ലാൻഡ് ഓഫ് മാർബിൾസ് എന്നറിയപ്പെടുന്നത് ഇറ്റലി എന്നറിയപ്പെടുന്നത്. ദെൻ ദ ലക്കി കൺട്രി, ഭാഗ്യരാഷ്ട്രം എന്ന് പറയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഭാഗ്യരാഷ്ട്രം എന്നറിയപ്പെടുന്നത് വെച്ചാൽ അവയുടെ പൊളിറ്റിക്സും സ്ഥിരതയാർന്ന പൊളിറ്റിക്സും ആ രാജ്യത്തുള്ള റിസോഴ്സസും കാരണമാണ് ഓസ്ട്രേലിയയെ ലക്കി കൺട്രി എന്ന് പറയുന്നത്. ദെൻ ദ ഗ്രേവ് യാർഡ് ഓഫ് എംപയേഴ്സ്, സാമ്രാജ്യങ്ങളുടെ ശ്മശാനം, അതറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. കാരണം ഒരുപാട് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെ കീഴ്പ്പെടുത്താനും പ്രതിരോധിക്കാനും വന്നുവെങ്കിലും ഇവയെല്ലാം അഫ്ഗാനിസ്ഥാൻ പ്രതിരോധിച്ചിട്ടുണ്ട്. വന്ന എംപയേഴ്സിനൊന്നും അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഗ്രേവ് യാർഡ് ഓഫ് എംപയർ എന്ന് പറയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. പിന്നെ ദ ലാൻഡ് ഓഫ് ഈഗിൾസ്, കഴുകന്മാരുടെ നാട് എന്ന് പറയപ്പെടുന്നത് അൽബേനിയയാണ്. അൽബേനിയയുടെ പ്രൗഢിയും പ്രതാപവും വിളിച്ചെടുത്തുന്നത് ഈഗിളിലൂടെയാണ്. അവരുടെ കൊടിയിൽ പോലും ഈഗിളുണ്ട്. ദെൻ ലാൻഡ് ഓഫ് ലില്ലീസ്, ലില്ലിപ്പൂക്കളുടെ നാട്. ഇവിടെ ഒരു എല്ലും കൂടി വരേണ്ടതാണ്, ഞാൻ എഴുതിയിട്ടില്ല, ശ്രദ്ധിക്കുക, ഇവിടെ ഒരു എല്ലും കൂടി വരും. അപ്പോൾ ലില്ലിപ്പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്നത് കാനഡയാണ്. അടുത്തത് ലാൻഡ് ഓഫ് വിൻഡ് മിൽസ്, കാറ്റാടി മില്ലുകളുടെ നാട്, നെതർലൻഡാണ് കാറ്റാടി മില്ലുകളുടെ നാട്. കാരണം അവർ പണ്ട് തൊട്ടേ കാറ്റാടി മില്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ റിച്ച് ഹെറിറ്റേജ് കൊണ്ടാണ് അവയെ ലാൻഡ് ഓഫ് വിൻഡ് മിൽസ് എന്ന് പറയപ്പെടുന്നത് നെതർലൻഡ് ആയത്. ദെൻ ലാൻഡ് ഓഫ് റിവേഴ്സ്, നദികളുടെ നാട്, ബംഗ്ലാദേശ്. നമ്മുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. കാരണം അവിടെ ഒരുപാട് റിവറുകളുണ്ട്, അതുകൊണ്ടാണ് നദികളുടെ നാട് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നത്. ദെൻ സിക്ക് മാൻ ഓഫ് യൂറോപ്പ്, യൂറോപ്പിലെ രോഗി ഏതാണ്? തുർക്കി. എന്തുകൊണ്ടാണ് തുർക്കി യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്നത്? കാരണം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ക്ഷയമുണ്ടായിരുന്നു. അതായത് ക്ഷയം പറഞ്ഞാൽ ക്ഷയിച്ച് ഇല്ലാതായിപ്പോയി. ആ ഒരു ഇതുകൊണ്ടാണ് സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്ന് പറയപ്പെടുന്നത്. സിക്ക് മാൻ ഓഫ് യൂറോപ്പ് തുർക്കിയായിട്ട് അറിയപ്പെടുന്നത്. തുർക്കിനെയാണ് സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. ദെൻ ലാൻഡ് ഓഫ് കങ്കാരുവിൻ്റെ നാട്, അതെല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയ ആണെന്ന്. ഇവൻ ക്രിക്കറ്റ് കളിക്കാരനെ കങ്കാരുക്കൾ എന്നാണ് വിളിക്കാറ് സാധാരണ. ഓസ്ട്രേലിയ എന്ന് പിന്നെയാണ് അവർ വിളിക്കാറ്. ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലേസ്, സുവർണ്ണക്കമ്പിളിയുടെ നാട് ഏതാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. എന്താണ് ഇപ്പോൾ സുവർണ്ണക്കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പിളിപ്പതപ്പ് എന്ന് പറയുമ്പോൾ നല്ല കമ്പിളിപ്പതപ്പുകൾ കിട്ടുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആ രാജ്യത്തു നിന്നുള്ള വൂള് പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലേസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ദെൻ കൺട്രി ഓഫ് കനാലുകളുടെ നാട്, അത് നമ്മുടെ രാജ്യം പാകിസ്ഥാനാണ്. ദെൻ ദ റെഡ് ഐലൻഡ് എന്ന് പറയുന്നത് മഡഗാസ്കറാണ്. മഡഗാസ്കറിൽ ചുവപ്പ് കളറിലുള്ള ലാറ്ററൈറ്റ് മണ്ണിൻ്റെ ശേഖരം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് റെഡ് ഐലൻഡ് എന്ന് പറയുന്നത് മഡഗാസ്കർ. ഇതില്ലാതെ നമ്മൾ വേറെ ചില കാര്യങ്ങളുണ്ട്. പാമീർ, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ചോദിക്കും, ലോകത്തിൻ്റെ മേൽക്കൂര. അപ്പോൾ നമ്മൾ മേലെ നോക്കി നമ്മുടെ മേൽക്കൂരയുണ്ടോ? ഇല്ല. പക്ഷേ
ഈ പാമീർ എന്ന സ്ഥലത്ത് നിന്നുമാണ് എവറസ്റ്റും ഹിമാലയവും എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ ആയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.